إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങളെ പിൻപറ്റുകയും അവന്റെ ദീനിനോട് ഭക്തിയും കൂറുമുള്ളവരായി ഈമാനും ഇസ്ലാമും കൈവിടാതെ ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്നും ആമുഖമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ തിരുചര്യയിലും നേർക്കുനേരെ പരാമർശിച്ചിട്ടില്ലെങ്കിലും മുസ്ലിം ലോകത്ത് പൊതുവായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഓരോ മനുഷ്യരും താമസിക്കുന്ന നാടിനെയും പ്രദേശത്തെയും അവലംബിച്ചുകൊണ്ട് 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട് എന്നത്. നാം അനുഭവിക്കുന്ന പ്രബോധന സാഹചര്യത്തെയും മതജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വർഗീകരണം ഉസൂലി ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത്. അതിലൊന്ന് ദാറുൽ ഇസ്ലാം എന്ന പരിഗണനയാണ്. ഇസ്ലാമികമായ നിയമനിർദ്ദേശങ്ങൾ ഒരു ഭരണം, ഒരു രാജ്യം എന്ന നിലയ്ക്ക് പരമാവധി പിന്തുടർന്നു പോകുന്ന സാഹചര്യമുള്ള പ്രദേശങ്ങൾ. രണ്ടാമത്തേത് ദാറുൽ അഹദ് അല്ലെങ്കിൽ ദാറുൽ മുആഹദ എന്ന സാങ്കേതിക പേരിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ്. പൂർണാർത്ഥത്തിൽ ഇസ്ലാമികമല്ല, ഇസ്ലാം വിരുദ്ധവുമല്ല. ഇസ്ലാമിക നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിരക്ഷിച്ചു പോകുന്ന ഒരു നാടുമല്ല. എന്നാൽ ഓരോ മതവിശ്വാസികൾക്കും ആ മതവിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ആചാരാനുഷ്ഠാനാഘോഷങ്ങളിൽ പങ്കാളികളാകാനുമുള്ള സൗകര്യം നൽകുന്ന പ്രദേശങ്ങളാണ്. അതിനെയാണ് ദാറുൽ അഹദ് എന്നു പറയുന്നത്. ലോകത്തുള്ള ദേശരാഷ്ട്ര സങ്കല്പമനുസരിച്ചുകൊണ്ട് ഒട്ടുമിക്ക പ്രദേശങ്ങളും ഈ പരിധിയിൽ വരുന്നതാണ്.
ആ ഭരണത്തിനും ആ രാജ്യത്തിനും ഭരണഘടനയും നിയമസംഹിതകളും സിവിൽ ക്രിമിനൽ നിയമങ്ങളുമൊക്കെയുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമോ വൈവിധ്യമോ ഉള്ളതാണ് ഓരോരുത്തരും സ്വീകരിക്കുന്നത്. എന്നാലും അതവരുടെ മതത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക എന്ന താൽപര്യം. മൂന്നാമത്തെ ഭാഗമാണ് ദാറുൽ ഹർബ് എന്ന് പറയുന്നത്. മതജീവിതത്തിന് തടസ്സമുണ്ടാകുന്ന അല്ലെങ്കിൽ ധർമ്മജീവിതത്തിന് തടസ്സം വരുന്ന പ്രദേശങ്ങളാണ്. ലോക സാഹചര്യത്തിൽ വളരെ പരിമിതമോ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാനോ സാധിക്കുന്ന രീതിയാണ് പൊതുവിൽ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഇത് നാം കാണുന്നത്. ഒന്ന് ദാറുൽ ഇസ്ലാം, രണ്ട് ദാറുൽ അഹ്ദ്, മൂന്ന് ദാറുൽ ഹർബ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങളിലൊക്കെയും താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന മദീന, മക്ക ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനമുള്ള, ഒരു രാജ്യ സംവിധാനമുള്ള, ഒരു രാഷ്ട്രഘടന നിലവിലുള്ള ഒരു രീതിയുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെയും അവിടെ ജൂതന്മാരായ ആളുകൾ, അഗ്നിയാരാധകരായ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ തുടങ്ങി വിവിധ മതക്കാരും ആശയാഭിപ്രായമുള്ളവരും ഒക്കെ ജീവിച്ചു പോവുകയും അവർക്കൊക്കെ അതിനാവശ്യമായ സൗകര്യം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവാചകൻ. പുതിയ കാലത്ത് നാം ജീവിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളാണ് രാജ്യവേർതിരിവുകളിൽ പ്രധാനപ്പെട്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വേർതിരിവ് ആകാശലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഭൂമിയിലെ അതിർത്തിയിലാണത് വരയ്ക്കുന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളും അങ്ങനെയാണ്. ഓരോ പ്രദേശത്തും താമസിക്കുന്ന ആളുകൾ അവരുടെ ആചാരങ്ങളും ഭാഷകളും രീതികളും ഒക്കെ വൈവിധ്യമാണ്. ഒരു വാതിൽ കടന്നാൽ അപ്പുറത്തേക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിപ്പോകേണ്ട അവസ്ഥയാണ് ലോകത്തെ പുതിയ ക്രമത്തിലുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും ഒരു പ്രദേശത്ത് നിന്നോ മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്ര എന്നത് നിയമാനുസൃതമായി കുറെ അതിർത്തികളിൽ ലംഘിച്ചും അതിർവരമ്പുകളിൽ ലംഘിച്ചും ഒക്കെ പോകേണ്ടി വരും. ഒരുപാട് നിയമപരിരക്ഷകൾ ആവശ്യമായിരിക്കും. ഒരു വേള പോകാൻ സാധിക്കാത്ത ഘട്ടങ്ങളുണ്ടാകാം. പൗരസംവിധാനമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇത് കൂടുതലാണ്. ഇന്ത്യയിൽ നിന്ന് അതിർത്തി രാജ്യങ്ങളിലേക്ക് പോകണം എങ്കിൽ അതിന്റെ നിയമം പാലിക്കണം. ഒരു പ്രദേശത്ത് താമസിക്കുന്ന പൗരന്മാർ എന്ന നിലയ്ക്ക് അവർ അവിടെ താമസിച്ചു കഴിയുക എന്നതല്ലാതെ മറ്റൊരു പ്രദേശത്തുള്ള ആള് സ്ഥിരവാസികളായി മാറുന്നതിനും തടസ്സമുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനത്തെ നാം കാണേണ്ടത്. അടിസ്ഥാനപരമായി ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യത അവനെവിടെയായിരുന്നാലും ശരി, ഒന്നാമതായി മതജീവിതവും മതപ്രബോധനവും നിർവഹിക്കുക എന്നതാണ്. 2 ഖുതുബകൾക്ക് മുമ്പ് സത്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഈ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. മതപരമായി ജീവിക്കുന്നതിന് ഒരു തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും തടസ്സമാണെങ്കിലും ശരി, പിന്മാറാൻ അവകാശമില്ല. മതപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യത്തെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, പരലോകത്ത് വെച്ച് കുറച്ചാളുകളെ വിചാരണയ്ക്ക് വിധേയമാക്കും. ആ വിചാരണയ്ക്ക് വിധേയമാകുന്ന സമയത്ത് അവർക്ക് മുസ്ലിമായി ജീവിക്കുന്നതിന് അവരുടെ നാടുകളിൽ തടസ്സമുണ്ടായിരുന്നു. അല്ലാഹു ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണല്ലോ,
ആ വിശാലമായ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്തുകൂടായിരുന്നോ എന്നാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആധുനിക ദേശരാഷ്ട്ര സംവിധാന പ്രകാരം പ്രതിസന്ധികളുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനല്ല ഇവിടെ പറയുന്നത്. പക്ഷേ അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ന്യായാന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മതജീവിതത്തിനത് തടസ്സമാണ് എന്നു പറയലല്ല. കഴിവിന്റെ പരമാവധി നിയമത്തിനകത്തിരുന്നുകൊണ്ട് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി മതപരമായ ജീവിതത്തെ നയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ആധുനിക പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നുകൂടി പ്രാദേശികമായി ഈ ആയത്തിനെ പരിഗണിച്ചുകൊണ്ട് നിർവചിക്കപ്പെട്ട നിർവചനങ്ങളുമുണ്ട്. ഒരു രാജ്യത്തു തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും ഒക്കെയുണ്ട്. വിവിധ രാജ്യങ്ങളും നാടുകളും ഒന്നിനകത്തു തന്നെയും ചെറുരാജ്യങ്ങളായി ചെറുനാടുകളായി ഉണ്ട്. അതിലേതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുമ്പോൾ മറ്റൊരു പ്രദേശത്തേക്ക് നിയമപരമായ തടസ്സം യാത്രക്കോ ജീവിതത്തിനോ ഇല്ലാത്തതാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറി താമസിക്കുന്നതിന് നിയമപരമായൊരു തടസ്സവുമില്ല. അത്തരം ചില ഘട്ടങ്ങളിൽ ഒരു പ്രദേശത്ത് വിഷമസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രദേശത്തേക്ക് മാറിയിട്ടെങ്കിലും നിന്റെ ദീനിന്റെ സന്ദേശങ്ങളെ പരിരക്ഷിച്ചു പോകുന്നതിന്, നിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് പാലായനം എന്ന് പറയുന്ന ഹിജ്റ എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ ആയത്തിന്റെ വിശകലനത്തിൽ കാണാൻ കഴിയുന്നത്. അല്ലാഹു അഅലം. ഇതിനൊരിക്കലും ഒരു പ്രദേശത്ത് നിന്ന് മക്കയിലേക്കോ മദീനയിലേക്കോ മറ്റൊരു അറബ്യൻ രാജ്യത്തിലേക്കോ പലായനം ചെയ്യുന്നതിന്റെ തെളിവല്ല. അങ്ങനെ ചില ആളുകൾ വ്യാഖ്യാനിക്കുകയോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും കുറഞ്ഞു വരുന്നതുകൊണ്ട് ചില അറബ് രാജ്യങ്ങളിലേക്ക് മാറിയാലല്ലാതെ ഒരിക്കലും ഈ ആയത്തിന്റെ തത്വം പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അല്ലാഹു അഅലം അതിന്റെ അവലംബം എന്താണ് എന്നത്. രണ്ടാമത്തെ മാർഗം, രണ്ടാമത്തെ ബാധ്യത എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ്. ഒരു പ്രദേശം അതേതു തരത്തിലുള്ള പ്രദേശമായിരുന്നാലും, ഇന്ത്യയെപ്പോലെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഭരണഘടനാപരമായി പരിരക്ഷിക്കുന്ന ഒരു പ്രദേശമായിരുന്നാലും, മതപരമായ ചില ആശയങ്ങളുടെയും രീതികളുടെയും അടിസ്ഥാനത്തിൽ ഭരണനിർവഹണ നിയമനിർദ്ദേശങ്ങൾ മുന്നോട്ടു പോകുന്ന ചില അറബ് രാജ്യങ്ങളെ പോലെയുള്ള രാജ്യങ്ങളായിരുന്നാലും, എവിടെയായിരുന്നാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനിവാര്യമായ ബാധ്യതകളിലൊന്ന് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. ആ സമാധാനം അവനവന്റേതു മാത്രമല്ല, ഇതര മതസ്ഥരുടേതു കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഈ ഭാഗം കാണാൻ കഴിയും. ഇബ്രാഹിം നബി താമസിക്കുന്ന ഒരു പ്രദേശം ഒരു ഇസ്ലാമിക പ്രദേശമല്ല. ഒരു വേള മക്കയുടെ പരിസര ഭാഗങ്ങളായിരുന്നാലും, അതേപോലെ തന്നെ ഇറാഖിന്റെ ബാബിലോണിയയുടെ പരിസര ഭാഗങ്ങളായിരുന്നാലും, അവിടെയൊക്കെയും സമ്പൂർണമായ ഇസ്ലാം വൽക്കരിക്കപ്പെട്ടൊരു പ്രദേശമല്ല. പക്ഷെ ആ പ്രദേശത്തിരുന്നു കൊണ്ട് എവിടെ നിന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ പ്രദേശത്ത് പൊതുവായ വിശാലമായ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള മനോത്തെ, ഒരു പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, തീർച്ചയായും ഈ പ്രദേശത്തെ സമാധാനപൂർണമായ, അമ്നി പ്രദാനം ചെയ്യുന്ന, നിർഭയത്വം പ്രദാനം ചെയ്യുന്ന ഒരു പ്രദേശമാക്കിയിട്ട് പടച്ചതമ്പുരാനെ മാറ്റേണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നത് വിശുദ്ധ ഖുർആൻ 14-ാമത്തെ അധ്യായത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷമാണ് പിന്നീട് ആരാധനയിലേക്ക് പോലും പോകുന്നത്. ആരാധന 2-ാം നമ്പറാണെന്ന് പറയാനല്ല, ജീവിക്കുന്ന പ്രദേശത്ത് സമാധാനം നിലനിൽക്കുമ്പോഴാണ്
ആരാധനയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യം അവന് ലഭിക്കുന്നത്. സ്വസ്ഥതയില്ലാത്തൊരു പ്രദേശത്ത് പടച്ചതമ്പുരാനെ ആരാധിക്കുമ്പോഴുണ്ടാകുന്നതല്ല, സമാധാനപൂർണമായ ഒരു പ്രദേശത്ത് പടച്ചതമ്പുരാൻ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന മാനസികാവസ്ഥ. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്. ഒരു പ്രദേശം, ഇന്ത്യയെപ്പോലുള്ള ഒരു പ്രദേശം, സ്വാതന്ത്ര്യത്തിന്റെ സ്മരണകൾ കണ്ടുണർന്നു പോകുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സത്യവിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്, നാം നിർവഹിക്കേണ്ട കടമകളിലൊന്നാണ് നിശ്ചയം പടച്ചതമ്പുരാനോട് ഒരു രാജ്യത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ മതപരമായ ബാധ്യതയുടെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിന്റെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശക്കൂറിനെയും ദേശസ്നേഹത്തെയും രാജ്യസ്നേഹത്തെയും ചർച്ച ചെയ്യുകയും വിമർശന വിധേയമാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നട്ടല്ലോടുകൂടി നിവർന്നു നിന്ന് പറയാൻ മുസ്ലിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ സ്വാതന്ത്ര്യഭൂമിയാക്കി മാറ്റുന്നതിൽ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. അത് നിർവഹിച്ചാലും ഇല്ലെങ്കിലും ശരി, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിന്റെ നിർഭയാവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങളെ പ്രശ്നിച്ചു പരിപാലിക്കുന്ന റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യത കൂടിയാണ് എന്ന് ഉറക്കെ പറയാൻ സത്യവിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ പരിചയമുള്ളൊരു വചനമുണ്ട്. ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്വൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ് എന്നത്. ശൈത്യകാലങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്ത കാല വ്യത്യാസങ്ങൾ ഓരോന്നോരോന്ന് മാറി വരികയും കൃഷിയെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ട് വിശുദ്ധ ഖുർആൻ ആ ആയത്തിന്റെ അവസാനം കൊടുക്കുന്നത് ആ പ്രദേശത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത വആമനഹും മിൻ ഖൗഫ് എന്നതാണ്. വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയുണ്ടായി, ഭയത്തിൽ നിന്ന് പിന്നീട് അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നു എന്നതാണ്. ഒന്നാമതായി നാം നിർവഹിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് നിർഭയത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നാം മുന്നോട്ട് പോവുക എന്നതാണ്. നാം ഒരു വേള നിർവഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ഈമാനിന്റെ കൂടി ഭാഗമായി അതിനെ പരിഗണിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന പുണ്യകർമ്മമാണ്, പ്രതിഫലാർഹമാണ്, ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമാണ്. നാളെ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് അർഹമാകുന്ന അമല് സ്വാലിഹാത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. രണ്ട്, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആ പ്രദേശത്തോടുള്ള സ്നേഹം സത്യവിശ്വാസിയായ ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഹുബ്ബുൽ വത്വനി മിനൽ ഈമാൻ. ഒരു പ്രദേശത്ത് താമസിക്കുന്ന വതനിനോട്, രാജ്യത്തോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. അത് പ്രവാചകനിൽ നിന്ന് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പരാമർശമേയല്ല. പൊതുവായി ആളുകൾ പറയുകയും ഒരു വേള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന്റെ ആശയത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തും താമസിക്കുന്ന ആളുകൾ ആ പ്രദേശത്തോട് കൂറും പക്വതയുമുള്ളവരായി ജീവിക്കേണ്ടതുണ്ട്. ആ പ്രദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സത്യവിശ്വാസി അവൻ താമസിക്കുന്ന പ്രദേശത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ആ പ്രാർത്ഥന ഈമാനിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവൻ ജീവിക്കുന്ന നാടിനോടുള്ള സ്നേഹവും ഈമാനിന്റെ താൽപര്യമായി പരിഗണിക്കേണ്ടതുണ്ട് എന്നതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ആശയത്തെ സ്വീകരിക്കേണ്ടതില്ല. മതത്തിൽ ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരാശയമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ് അഖബ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. മദീനയുടെ ഭാഗത്ത് അഥവാ മക്കയുടെ അതിർത്തി കഴിഞ്ഞ് മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട മക്കയെ നോക്കിയിട്ട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. എനിക്കൊരിക്കലും ഞാൻ ജനിച്ചു വളർന്ന ഈ മണ്ണിനെ ഒഴിവാക്കണമെന്ന് എന്റെ മനസ്സാഗ്രഹിച്ചിട്ടില്ല. മറിച്ച് നീ അവിടെയുള്ള ആളുകൾ എന്നെ പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് ആ പ്രദേശത്തെ വിട്ടുകൊണ്ട് മറ്റൊരു സമാധാനത്തിന്റെ പ്രദേശത്തേക്ക് ഞാൻ പോകുന്നത്. അവസരം ലഭിച്ചാൽ ഞാൻ എന്റെ പിറന്ന മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് എന്ന് ഒരു വേള വല്ലാത്തൊരാഖ്യാനം എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. എന്നിട്ട് ജബലുൽ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, ഞാൻ ഇഷ്ടപ്പെടുന്ന എനിക്കേറ്റവും പ്രിയപ്പെട്ട മാവലകളും കുന്നുമലകളും ഒക്കെയാണ്, പാറമല വടക്കുകളൊക്കെയാണ് ഈ കാണുന്നത്. അതെന്നെ സ്നേഹിച്ച പ്രദേശമാണ്, എന്നെ ഇഷ്ടപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശം എന്റെ മനസ്സിൽ വൈകാരികമായ ചില ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രേഖപ്പെടുത്തി. അതൊരു നാടിനോടുള്ള, ഒരു പ്രദേശത്തോടുള്ള, പിറന്ന മണ്ണിനോടുള്ള ഒരു വിശ്വാസിയുടെ നിലയ്ക്ക് പുറത്തു വന്നിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ്, ചില പരാമർശങ്ങളാണ്. ഇത് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ബാധ്യതയാണ്. മൂന്നാമത്തേത്, മതപ്രബോധനം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുമ്പോ ആ മതപ്രബോധനത്തിന്റെ സാഹചര്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നതാണ് മൂന്നാമത്തെ ഭാഗം. ശുക്രിന്റെ വിവിധ ഭാഗങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വേള മറ്റൊരു പ്രദേശത്തില്ലാത്ത വിധം, മറ്റൊരു രാജ്യത്തില്ലാത്ത വിധം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും മുസ്ലിങ്ങളായി ജീവിക്കുവാനും അവന്റെ ദീനിന്റെ സംസ്കാരമനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനും സാധിക്കാവുന്ന ഇത്രമേൽ സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ ലോകത്ത് വളരെ പരിമിതമാണ്. ഇസ്ലാമികമായ നിയമചിട്ടകളൊക്കെ പരിരക്ഷിച്ചു പോകുന്ന, പരമാവധിയെങ്കിലും പാലിച്ചു പോകുന്ന ഒരു പ്രദേശത്ത് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ സൗകര്യമുണ്ട് എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമില്ല. നേരെ മറിച്ച് അത്തരമൊരു സംവിധാനം നിയമപരിരക്ഷയനുസരിച്ചുകൊണ്ട് ഭരണഘടനാപരമായി അതുമാത്രം അംഗീകരിച്ചു പോകുന്ന ഒരു പ്രദേശത്തല്ലല്ലോ നമ്മൾ താമസിക്കുന്നത്. എന്നിട്ട് പോലും ബാങ്ക് വിളിക്കുന്നതിന്, ആരാധനാകർമ്മം നിർവഹിക്കുന്നത്, ആരാധനാലയങ്ങൾ ഉയർത്തുന്നതിന്, മദ്രസാപരമായ കാര്യങ്ങളോ നീതിപരമായ കാര്യങ്ങളോ പഠിപ്പിക്കുന്നതിന് തുടങ്ങി വിശദീകരിച്ചാൽ ധാരാളമായി പറയാൻ കഴിയാവുന്ന സാഹചര്യങ്ങളൊക്കെയും നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ ഉല്ലംഘിക്കുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന സംവിധാനങ്ങൾ ഈ രാജ്യത്ത് ഇല്ല എന്ന് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതിനാവശ്യമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാണല്ലോ. ഒരു പൗരൻ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് താമസിക്കുമ്പോ നാം അതിനനുസരിച്ചുകൊണ്ടുള്ള ശുക്ർ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇതില്ലാത്തൊരു പ്രദേശത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വെള്ളിയാഴ്ച എത്ര സമാധാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ പള്ളിയിലിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമികമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ലെഗസി നിലനിൽക്കുന്ന, എല്ലാ അർത്ഥത്തിലുമുള്ള പൈതൃക പെരുമ നിലനിൽക്കുന്ന എത്രയെത്ര പ്രദേശങ്ങളാണ്. പ്രവാചകന്മാരുടെ ഈറ്റില്ലവും ഓറ്റില്ലവുമായി അറിയപ്പെടുന്ന പലസ്തീനിന്റെ ഭാഗങ്ങൾ, ഈജിപ്തിന്റെ ചില ഭാഗങ്ങൾ, അവിടങ്ങളിലൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന പലസ്തീനി മക്കളെക്കുറിച്ച്, ജനസമൂഹങ്ങളെക്കുറിച്ച് എത്രയാണ് നമ്മൾ കേൾക്കുകയും കാണുകയും അനുസ്മരിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചു പോകാൻ കഴിയാവുന്ന പള്ളികളിൽ മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസിൽ നിർഭയമായി പ്രാർത്ഥിക്കാൻ പോലുമുള്ള സൗകര്യം ലഭിക്കാത്ത ഒരവസ്ഥയാണ് സമകാല സാഹചര്യത്തിലുള്ളത്. അതിന്റെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുകയല്ല. അത്തരമൊരു ഘട്ടത്തെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിഗ്രഹാരാധനയെ മഹത്വവൽക്കരിക്കുകയും ആ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വേള ഒരു രാജ്യത്തിന്റെ പൈതൃകമായി സ്വീകരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാപ്പകലുകളെ വ്യത്യാസമില്ലാതെ, ഭാവഭേദമില്ലാതെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും ലഭിക്കുന്നതിന് സ്വാതന്ത്ര്യത്തെ നമ്മുടെ പിറന്ന മണ്ണ് നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് എങ്കിൽ
ആ മണ്ണിനെ സംരക്ഷിക്കുകയും അതിന്റെ സ്വാതന്ത്ര്യത്തെയും നിർഭയത്തെയും പോറ്റി വളർത്തുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസി എന്ന നിലക്ക് കൂടി നമ്മുടെ ബാധ്യതയാണ്. അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംസാരങ്ങൾ, ആ സംസ്കാരങ്ങളും സംസാരങ്ങളുമൊക്കെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടതുണ്ട്. അത് സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയായി നാം മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ മതപരമായ ബാധ്യതകളുടെ ഭാഗമായി ഒരു സ്വാതന്ത്ര്യത്തെ, ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണയെ പരിഗണിക്കാൻ കഴിയണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അനിവാര്യമായ നമ്മുടെ ബാധ്യതകളിൽ മറ്റൊന്ന് മതസഹിഷ്ണുത നിലനിർത്തുക എന്ന കാര്യമാണ്. വലൗലാ ദഫുല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആൻ ദീർഘമായി ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ചിലരെ കൊണ്ട് അല്ലാഹു തടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പള്ളികൾ, ജൂത സിനഗോഗുകൾ, മറ്റു ആരാധനാലയങ്ങൾ, സന്യാസി മഠങ്ങൾ തുടങ്ങിയ പലതും തകർന്നു പോകുമായിരുന്നു എന്നത്. എനിക്ക് എന്റെ മതം പ്രിയപ്പെട്ടതാണ്. എന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എനിക്ക് ഏറ്റവും പവിത്രവുമാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരാൾക്ക് അവരുടെ മതാചാരങ്ങളും മതപ്രവർത്തനങ്ങളും അവർക്കും പവിത്രവും പുണ്യകരവുമാണ്. അതിനെ നിലനിർത്തുന്നതിനു വേണ്ടിയും അതിനാവശ്യമായ എതിർപ്പില്ലാത്ത സൗകര്യങ്ങൾ നൽകുന്നതിനു വേണ്ടിയും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ലോകത്തുള്ള അല്ലെങ്കിൽ താമസിക്കുന്ന പ്രദേശത്തുള്ള എല്ലാ ആളുകളും അങ്ങനെയാണ് എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്യുന്ന, അപരന്മാരെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരിക്കരുത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചല്ലോ ഖുർആനിലൂടെ. തഖ്വയുടെ കാര്യത്തിലും ബിർറിന്റെ കാര്യത്തിലുമുള്ള പരസ്പര സഹകരണം ഉറപ്പുവരുത്താൻ കഴിയണം. അതേപോലെ തന്നെ ശത്രുതയുടെ കാര്യത്തിൽ, തിന്മയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സഹകരിക്കുകയും ചെയ്യരുത് എന്നത്. കാക്കത്തൊള്ളായിരത്തോളം വരുന്ന മതവിശ്വാസികൾ താമസിക്കുന്ന ഇന്ത്യയെ പോലെയുള്ള ഈ നാട്ടില്, നമ്മൾ താമസിക്കുന്ന സംസ്ഥാനത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് എല്ലാവർക്കും അവരുടെ മത അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കുന്നതിനു വേണ്ടിയിട്ടുമുള്ള സമീപനമായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു നമ്മേവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ആമയൂർ എന്ന പ്രദേശത്ത് നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയുടെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ ജീവിതത്തെ അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. അത്യപൂർവമായ അസുഖബാധിതയായി വിദേശ രാജ്യത്താണ് അവരുള്ളത്. അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നാളെ നമ്മുടെ യത്തീംഖാന സ്കൂളിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് അതിന് ആവശ്യമാകുന്ന സ്പേം എടുക്കുന്നതിന്റെ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വളരെ ലളിതമായി നിർവഹിക്കാവുന്ന ഒരു കാര്യമാണെങ്കിലും അതിന്റെ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രദേശത്ത് മഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരാള് എന്ന നിലക്ക് കൂടി അതിന്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. വളരെ അപൂർവമായ രോഗം എന്നതിനപ്പുറം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് പരസ്പര യോജിപ്പുള്ള ഒന്ന് ലഭ്യമാവുകയും ചെയ്യുക എന്നത്. കോടാനക്കോടി മനുഷ്യന്മാരുള്ള ഈ ലോകത്തു നിന്ന് ആ കോടികളിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ഒന്നായിരിക്കാം ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ നിലനിർത്തുന്നതിനു വേണ്ടി സഹായകമായി മാറുന്നത്. ഒരാൾക്ക് ജീവൻ നൽകിയാൽ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും ജീവൻ നൽകിയതുപോലെയാണ് എന്ന്
വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിന്റെ ആശയം എന്ന നിലക്ക് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം നമ്മൾ അറിഞ്ഞതാണ്, സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ കഴിവിന്റെ പരമാവധി ഉണ്ടാവണം എന്നും അവർ അവരുടെ ജീവിതത്തിലേക്ക് ആഫിയത്തോടുകൂടി, റഹ്മത്തോടുകൂടി, ബർക്കത്തോടുകൂടി തിരിച്ചു വരാൻ ആവശ്യമായ സൗകര്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രതീക്ഷയനുസരിച്ചുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങളിൽ പൂർണ്ണാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തോടുകൂടിയിട്ട്, ഫദലോടുകൂടിയിട്ട് അത് പൂർത്തീകരിക്കാൻ ആവശ്യമാകുന്ന ക്രമീകരണങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ സാധാരണയായി രണ്ടാമത്തെ വെള്ളിയാഴ്ച പള്ളി പരിപാലന ഫണ്ട് സ്വീകരിക്കാറുണ്ട്. കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പള്ളി നിർമ്മാണം, അതേപോലെ തന്നെ പള്ളിയുടെ പരിപാലനം എന്നിവ ഉദ്ദേശിച്ചുകൊണ്ടാണത് നിർവഹിക്കുന്നത്. നമ്മുടെ പള്ളിയുടെ പരിപാലനം എന്നത് മാത്രമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള വിഷമകരമായ ജീവിതത്തിന്റെ പലതും നാമും നമ്മളല്ലാത്തവരുമൊക്കെ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൽക്കർമ്മമായിരിക്കും ഒരുപക്ഷെ അതിനൊക്കെ തടസ്സമായി നമുക്ക് വർത്തിക്കുന്നത്. നിങ്ങൾ നൽകുന്ന കാരുണ്യങ്ങളും സ്നേഹവും സദഖയുമൊക്കെ നിങ്ങൾക്ക് വരുന്ന ആപത്തുകളെ തടയും എന്ന് റസൂലുള്ളാഹി നമ്മെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഡയാലിസിസിന്റെ കളക്ഷന് വേണ്ടിയിട്ട് ഒരാൾ വന്നപ്പോ അയാൾ 1000 രൂപ കൊടുത്തു. 1000 രൂപ കൊടുത്തപ്പോ തൊട്ടടുത്തുള്ളൊരു സഹോദരൻ പറഞ്ഞു, ആ 1000 ഒന്ന് 10,000 ആക്കി കൂടെ എന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, 1000 തന്നെ കൊടുക്കണമെന്ന് കരുതിയിട്ടല്ല, അഥവാ എന്റെ കിടനിക്കാണോ വല്ല കുഴപ്പം സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് 10 ലക്ഷമാകും. ഇപ്പൊ ഈ 1000 ഒന്ന് 10,000 ആക്കിയാല് ചിലപ്പോ 10,000 ആകും 10 ലക്ഷം കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായത്. പറഞ്ഞതിനേക്കാൾ അധികം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. നമ്മുടെ എവിടെയെങ്കിലുമൊക്കെയുള്ള ചെറിയൊരു പുഞ്ചിരിയോ, ചെറിയൊരു സദഖയോ, ചെറിയൊരു ദാനമോ, ചെറിയൊരു ശ്രമമോ ഒക്കെ ആയിരിക്കാം നമുക്ക് വരാനുള്ള ഏതെങ്കിലും ഒരു വിപത്തുക്കളെ തടയുന്നതിന് നമുക്ക് കാരണമാകുന്നത്. ആ നിലയ്ക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഫ്രി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله.